ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ആൻഡ് ട്രാവൽ ക്ലബ്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടുതലുള്ളത് മഹീന്ദ്രയുടെ സിയോ എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനമാണ്. ഇതൊരു പിക്കപ്പ് ട്രക്കാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് അതിന്റെ സൈഡിലും ഫ്രണ്ടിലൊക്കെ ആയിട്ടൊരു ബ്ലൂ ഷെയ്ഡൊക്കെ അവിടെ ഇവിടെയൊക്കെ, അതായത് മിററിലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് വാഹനമാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പിക്കാൻ രീതിയിലാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് സിയോ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ തുടങ്ങുന്ന ടൈമിന് നമുക്ക് ജീത്തോ എന്ന് പറയുന്ന വാഹനത്തിനോട് വളരെ സാദൃശ്യം നൽകുന്ന രീതിയിലാണ് സിയോ എന്ന് പറയുന്ന ഈ ഒരു വാഹനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന ടൈമിന് നമുക്കൊരു ഹാലജൻ ഹെഡ് ലാമ്പ് ആണ്, ഡിമ്മും ബ്രൈറ്റും അതേപോലെ തന്നെ ഒരു പാർക്ക് ലാമ്പും എന്നുള്ള ലെവലിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററിന്റെ ഭാഗം കാണാം. ഗ്രിൽ പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ കളറിലാണ് നൽകിയിട്ടുള്ളത്. അവിടെ മഹീന്ദ്രന്റെ ലോഗോ കാണാം. അത്രയും ഭാഗമാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിന്റെ ആ ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളും, പിന്നെ എയർ ഡാമ്പ് ഏരിയ, അതേപോലെ തന്നെ ഹോണിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഫോഗ് ലാമ്പിന് സെറ്റ് ചെയ്യാനുള്ള ഫോഗ് ലാമ്പിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വിൻഡിന്റെ, അതായത് ഗ്ലാസിന്റെ പോർഷനിലേക്ക് വരുന്ന ടൈമിന് നമുക്ക് ഒരൊറ്റ സിംഗിൾ വൈപ്പർ മാത്രമാണ് നൽകിയിട്ടുള്ളത്. വലിയ ഗ്ലാസ് പോർഷൻ ആണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന ടൈമിന് നമുക്ക് ടയർ സെക്ഷനിലേക്ക് വരുന്ന ടൈമിന് നമ്മളെ ലൈറ്റ് ട്രക്കിനൊക്കെ വരുന്ന ടൈപ്പ് ആയിട്ടുള്ള 145 R12 LT ടയേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെയായിട്ട് നമുക്കൊരു ടേൺ ഇൻഡിക്കേറ്ററിന്റെ ഭാഗമുണ്ട്. ഇവിടെ സിയോ എന്നുള്ള ബാഡ്ജിങ് കാണാം. ഇവിടെയൊക്കെ നമുക്ക് ഇലക്ട്രിക് എന്നുള്ള അതിന്റെ ഗ്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ വരുന്നത്. ഡോർ ഹാൻഡിൽ വരുമ്പോൾ ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ORVM നമുക്ക് ബ്ലൂ കളർ കാണാൻ സാധിക്കും. ഇനി വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക്, അതായത് പേലോഡ് കപ്പാസിറ്റിന്റെ ഭാഗത്തേക്ക് പോകുന്ന ടൈമിന് നമ്മൾ ഈ ഒരു ക്യാബിന് വളരെ ലെങ്തി ആയിട്ടുള്ള ആ ഒരു ക്യാബിൻ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോൾ മഡ് ഫ്ലാബ് കാര്യങ്ങൾ, അതേപോലെ മഡ് ഗാർഡും ടയറിന്റെ പോർഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് റിയർ സൈഡിലേക്ക് വരുന്ന ടൈമിന് 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാണാം. പിന്നെ ഒരു LED ടെയിൽ ലാമ്പാണ് നൽകിയിട്ടുള്ളത്. റിവേഴ്സ് ലൈറ്റും അതേപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഭാഗങ്ങളൊക്കെയാണ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആണ് വരുന്നത്. അതേപോലെ തന്നെ ലോക്ക് ചാർജിങ് ഭാഗം ഇവിടെയാണ് വരുന്നത്. നോർമലും ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. 2 രീതിയിലുള്ള ചാർജിങ് പോർട്ട് കാണാം. പിന്നെ വാഹനത്തിന്റെ ബാറ്ററി വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ബ്ലാക്ക് പോർഷൻ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മളെ വാഹനത്തിന്റെ ബാറ്ററി പാക്ക് ഇവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് നമ്മളെ വണ്ടി സ്റ്റാർട്ടിങ്, അതിന്റെ ഇഗ്നിഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററി പുറത്ത് ഇവിടെ നമുക്ക് കാണാം. V1ഉം V2 എന്ന് പറയുന്ന 2 വേരിയൻറ്റിലാണ് സിയോ ഇറങ്ങുന്നത്. V1 എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് 2 രീതിയിൽ പറയാം. അതായത് ഒന്ന് ബേസ് വേരിയൻറ്റും ഒന്ന് ഫുൾ ഓപ്ഷനുമാണ്. ബേസ് വേരിയൻറ്റ് പറയുമ്പോൾ നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു 100 കിലോമീറ്ററൊക്കെയാണ് കിട്ടുന്നത്. ശരിക്കും V2 എന്ന് പറയുമ്പോൾ നമുക്ക് 160 കിലോമീറ്റർ റേഞ്ച് നമുക്ക് സർട്ടിഫൈഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും ഇത് 260ആണ് ARI സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈലേജ്. റിയൽ ടൈം മൈലേജാണ് 160ഉം 100ഉം കിട്ടുന്നത്. അപ്പോൾ V2 എന്ന് പറയുന്ന വാഹനമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒറ്റ ചാർജിൽ തന്നെ, അതായത് ഫുൾ ചാർജ് ആവാൻ നമുക്ക്, അതായത് ഫാസ്റ്റ് ചാർജിങ്ങിൽ വരുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ ചാർജിലേക്ക് വരും. ഇനിയിപ്പോൾ നോർമൽ ചാർജ്, അതായത് AC ചാർജിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു 3-4 മണിക്കൂറൊക്കെ ആയിരിക്കും ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന ടൈം വരിക. 750 കിലോഗ്രാമാണ് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി പറഞ്ഞത്. എങ്കിൽ പോലും നമുക്ക് 1 ടണ്ണിൻ്റെ മുകളിലൊക്കെ സാധനങ്ങൾ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്യാബിനൊക്കെ വരുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 750 കിലോഗ്രാമിൻ്റെ മേലെ നമുക്ക് സുഖമായിട്ട് ഗുഡ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് വരുന്നത്. ആ രീതിയിലുള്ള മാനുഫാക്ചറിങ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ക്യാബിൻ സ്പേസ് നോക്കണമെങ്കിൽ 3876 മില്ലിമീറ്റർ ലെങ്ത്തും 1526 മില്ലിമീറ്റർ നമ്മളെ വാഹനത്തിൻ്റെ വിഡ്ത്തും, അതേപോലെ തന്നെ 1750 മില്ലിമീറ്റർ ക്യാബിൻ സ്പേസിന്, അതായത് ഹൈറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിന്റെ ഇന്റീരിയറിൽ വരുന്ന ടൈമിന് സ്റ്റിയറിംഗ് വീലൊക്കെ നമുക്കൊരു ഡീ കട്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിൽ മഹീന്ദ്ര എന്നുള്ള ലോഗോ കാണാം. ഇവിടെ 2 ഹോണിന്റെ ബട്ടണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ടൈപ്പ് ഹോണൊക്കെയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന ടൈമിന് നമുക്കൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ മെയിനായിട്ട് കാണിക്കുന്നത് വാഹനത്തിന്റെ ടോട്ടൽ കിലോമീറ്ററും സ്പീഡും കാര്യങ്ങളും. കൂടാതെ നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വന്ന അപ്ഡേഷനിൽ പറയാനുള്ളത് വെച്ചാൽ വാഹനത്തിന്റെ റേഞ്ച് ആണ്. എത്ര ചാർജ് ഉണ്ട്, നമുക്ക് ബാലൻസ് അതിൽ എത്ര ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ള റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ മെയിനായിട്ട് കാണാൻ പറ്റുക. ഇത് സെറ്റ് ചെയ്യാനുള്ള ബട്ടനും ഇത് വരുന്നത് നമുക്ക് മോഡ് കാര്യങ്ങൾ, ട്രിപ്പ് ബി, ടൈം കാര്യങ്ങളൊക്കെ, ഓഡോമീറ്റർ ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഡീറ്റെയിൽ നമുക്ക് സ്പീഡ് കാണിക്കുന്ന ആ ഒരു ഭാഗമൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് ഹസാർഡ് ലാമ്പിന്റെ അതിന്റെ ബട്ടണും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്.
പിന്നെ ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ്. നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം ഒക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. പിന്നെ കീ വെച്ച് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന് എക്കോ പവർ എന്ന് പറയുന്ന 2 മോഡ് ഉണ്ട്. എക്കോ മോഡാകുമ്പോൾ നോർമൽ ഒരു കുറച്ച് പവർ കുറവ് എന്നുള്ള രീതിയിലും, പവർ മോഡിൽ കിട്ടുന്ന വണ്ടി നല്ല സ്പീഡിലാണ് പോണത്. മാക്സിമം 60 കിലോമീറ്റർ ഒക്കെയാണ് ഇതിന്റെ സ്പീഡ് കിട്ടുക. എന്നാൽ ഇനീഷ്യൽ പുള്ളിങ് എന്നുള്ള ലെവലിൽ നല്ല സ്പീഡിൽ വണ്ടി കയറുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഗിയർ നോബ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈറ്റ്ലി ആണ് വരുന്നത്. അതായത് നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിലാണുള്ളത്. ഇനി ഇത് ന്യൂട്രലാണ്, ഇത് റിവേഴ്സിലേക്ക് പോകുന്ന ടൈമിൽ ഒരു ബീപ്പ് സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് ഇതൊരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചുറ്റിലും ഒരു എന്താ പറയുക, ഒരു ഗ്രിപ്പ് കിട്ടാനുള്ള പോലത്തെ ഒരു എലിമെന്റും പിന്നെ ഒരു ബ്ലൂ കളറും നടുവിലായിട്ട് നമ്മൾ ഈ ഭാഗം സെലക്ട് ചെയ്യാനുള്ള അതിന്റെ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നടുവിലൊക്കെ നമുക്ക് ഇങ്ങനെ 2 പേർക്ക് ഇരിക്കാനുള്ള രീതിയിലാണ് ഇതിന്റെ സീറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ലെതർ ഫിനിഷുള്ള സീറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. ഡോറിലേക്ക് വരുന്ന ടൈമിൽ ഒരു ഹാൻഡിൽ ബാർ ഉണ്ട്, ഡോർ ഓപ്പണിങ്ങിന്റെ ഭാഗമുണ്ട്, പിന്നെ നമ്മളെ വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള അതിന്റെ ഭാഗങ്ങളാണ്. അത്രയായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ ഒരു റിയർ IRVM കാണാം. ഇവിടെ ഒരു റെയിൻ വൈസർ നൽകിയിട്ടുണ്ട്. അത്രയും ഭാഗങ്ങളാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഇവിടെയായിട്ട് നമുക്ക് ഹെഡ് ലാമ്പ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പവർ ആക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ബട്ടനും കാര്യങ്ങളൊക്കെയാണ്. അത്രയും ഭാഗമാണ് ഈ ഒരു വാഹനത്തിന് ഇന്റീരിയറിൽ വരുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു C ടൈപ്പിന്റെ ചാർജിങ് സ്ലോട്ടും കൂടെ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു വാഹനത്തിൽ വന്നപ്പോൾ മെയിൻ മാറ്റം എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് എന്നുള്ള ലെവലിലേക്ക് മാറി. ഇലക്ട്രിക് ആയപ്പോൾ നമുക്കറിയാലോ അത് ഓട്ടോമാറ്റിക് തന്നെ ആയിരിക്കും. ക്ലച്ച് ലിവർ ഇല്ല. ഈ ഒരു വാഹനം നമ്മൾ മുന്നേ കണ്ട എന്താ പറയാ പിക്കപ്പ് വാഹനങ്ങളിലൊക്കെ ഒരു ക്ലച്ച് എന്നുള്ള ലെവലിൽ നമ്മൾ കാണുന്നെങ്കിൽ ഇവിടെ നമുക്ക് ആക്സിലറേറ്ററും ബ്രേക്ക് എന്നുള്ള ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പോർഷൻ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി മൂവ് ആവത്തില്ല. ഇങ്ങനെ തന്നെ നമ്മളിവിടെ ആക്സിലറേറ്റർ ചവിട്ടിയാലും വണ്ടി മൂവ് ആവത്തില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കാലെടുക്കുമ്പോൾ വണ്ടി മൂവ് ആയി തുടങ്ങുന്നതാണ്. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ഒരു സേഫ്റ്റീൻ്റെ ഒരു ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ IP67 റേറ്റിങ്ങിലുള്ള വാട്ടർ പ്രൂഫിൻ്റെ കാര്യങ്ങൾ, അതായത് സേഫ്റ്റി കാര്യങ്ങൾ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കമ്പയർ ടു ഡീസൽ വാഹനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള വരുമാനത്തിൽ, അതായത് 1 ലക്ഷം റുപ്യേൻ്റെ ലാഭം ഉണ്ടാകുന്നതാണ് ഇലക്ട്രിക് വാഹനമായിട്ട് ബന്ധപ്പെടുത്തി കമ്പനി അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ ഇതിന് ഒരു ക്രീപ്പ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അതായത് നമ്മൾ ഹെവി ട്രാഫിക്കിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ ക്രീപ്പ് മോഡിലാണെങ്കിൽ, അതായത് ജസ്റ്റ് ആക്സിലറേഷൻ കാലെടുത്ത് കഴിഞ്ഞാലും വണ്ടി ഒരു 8 km/h എന്നുള്ള സ്പീഡിൽ ജസ്റ്റ് ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുന്ന രീതിയിലുള്ള ഒരു ക്രീപ്പ് മോഡൊക്കെ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ പ്രൈസ് കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ 8 മുതൽ 9 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് നീമോ എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട് ഇൻബിൽട്ട് ആയിട്ടുള്ള. അതിൽ നമുക്ക് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ റൂട്ടിൻ്റെ പ്ലാനിങ്ങും, പിന്നെ ചാർജിങ് സ്റ്റേഷൻസ്, പിന്നെ ജിയോ ലൊക്കേഷൻ, ജിയോ ഫെൻസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് റീജൻ മോഡിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ 20% ചാർജ് അധികം കിട്ടുന്ന ലെവലിലാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ 7 കൊല്ലം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ വാറണ്ടിയൊക്കെ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ പ്രൈസിൻ്റെ ഒക്കെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുന്നതിന് പകരം അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു.